തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കാനിരിക്കെ വീറും വാശിയും ഇരട്ടിയാക്കി തെക്കൻ കേരളത്തിലെ മുന്നണികളും സ്ഥാനാർത്ഥികളും. പ്രചാരണ രംഗത്ത് ആദ്യം മുതൽ തന്നെ LDF ആണ് തെക്കൻ കേരളത്തിൽ ലീഡ് ചെയ്യുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ വർക്കിംഗ് ക്ലാസ് ഹീറോയായി മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ പൊതുപര്യടനത്തിന്റെ തിരക്കിലാണ്. ആവേശം ഒട്ടും ചോരാതെയാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നത്. തീരദേശ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെയും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെയും പ്രചരണം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാരെ പൊതുപര്യടനത്തിലൂടെ LDF സ്ഥാനാർത്ഥി വി ജോയി കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. വിഷുവിന് തലേന്നെന്നുള്ളതുകൊണ്ട് തന്നെ കണിക്കുന്ന പൂക്കളുമായിരുന്നു ഓരോ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ആറ്റിങ്ങൽ മണ്ഡലം കേന്ദ്രീകരിച്ചും NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ കാട്ടാക്കട മണ്ഡലം കേന്ദ്രീകരിച്ചുമായിരുന്നു പ്രചരണം. ധീരദേശാഭിമാനി വേലുത്തമ്പി ദളവയുടെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് പ്രചരണം ആരംഭിച്ചത്. അടൂർ മണ്ഡലത്തിലെ 26 കേന്ദ്രങ്ങളിലാണ് തോമസ് ഐസക് ഇന്ന് പര്യടനം നടത്തുക. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി കോന്നി മണ്ഡലത്തിലും NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി പത്തനംതിട്ട മണ്ഡലത്തിലുമായിരുന്നു പ്രചരണം. കൊല്ലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി M മുകേഷ് കൊല്ലം നിയോജക മണ്ഡലത്തിലും UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ചടയമംഗലത്തും BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ചവറയിലുമാണ് പര്യടനം നടത്തിയത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.